E A square B A square B, or in fact AB and A square. AB and A square B. These are the 6 elements of S3, where we know that A cube is equal to E, B square is also equal to E, and BA is equal to, what is BA? Square B. It is S square B. Okay. So in order to find the subgroups of S3, S3യുടെ സബ്ഗ്രൂപ്പ്സിന് ഉണ്ടാകാവുന്ന ഓർഡറുകൾ എന്തായിരിക്കും? 1 2 3 1 2 3 6 ആയിരിക്കും. അപ്പോൾ അതിൽ ഓർഡർ 1 ആയിട്ടുള്ള സബ് ഗ്രൂപ്പ് എന്തായിരിക്കും? ഐഡന്റിറ്റി. ട്രിവിയൽ ആയിട്ടുള്ളത്. ഓർഡർ 6 ആയിട്ടുള്ള സബ് ഗ്രൂപ്പ് എന്തായിരിക്കും? S3 തന്നെ അല്ലേ? ഓക്കെ. അപ്പോൾ 2 സബ് ഗ്രൂപ്പ്സ് കിട്ടി. ഇനി നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് ഓർഡർ 2 ആയിട്ടുള്ള സബ് ഗ്രൂപ്പ് ഉണ്ടാകാം, ഓർഡർ 3 ആയിട്ടുള്ള സബ് ഗ്രൂപ്പ് ഉണ്ടാവാം. നോക്കൂ, ഓർഡർ 2 ആയിട്ടുള്ള സബ് ഗ്രൂപ്പുകളുടെയും ഓർഡർ 3 ആയിട്ടുള്ള സബ് ഗ്രൂപ്പുകളുടെയും പ്രത്യേകത 2ഉം 3ഉം പ്രൈം നമ്പർ ആണ് എന്നുള്ളത് കൊണ്ട് അവയെല്ലാം സൈക്ലിക് ആയിരിക്കും. ഓർഡർ 2 ആയിട്ടുള്ള ഏതൊരു സബ് ഗ്രൂപ്പും സൈക്ലിക് ആയിരിക്കും. ഓർഡർ 3 ആയിട്ടുള്ള ഏതൊരു സബ് ഗ്രൂപ്പും സൈക്ലിക് ആയിരിക്കും. അപ്പോൾ അങ്ങനെ സൈക്ലിക് സബ് ഗ്രൂപ്പുകൾ കിട്ടാനായിട്ട്, ഓർഡർ 2 ഉള്ള സൈക്ലിക് സബ് ഗ്രൂപ്പ് കിട്ടാനായിട്ട് ഓർഡർ 2 ആയിട്ടുള്ള എലമെന്റുകൾ ഏതാണെന്ന് പരിശോധിച്ചാൽ മതിയാകും അല്ലേ? അതെ സർ. ഓർഡർ 3 ഉള്ള സബ് ഗ്രൂപ്പുകൾ കിട്ടാനായിട്ട് ഓർഡർ 3 ആയിട്ടുള്ള എലമെന്റുകൾ പരിശോധിച്ചാൽ മതിയാകും. അപ്പൊ നമുക്കറിയാം S3യെ സംബന്ധിച്ചിടത്തോളം ഓർഡർ ഓഫ് ഇ, ഐഡന്റിറ്റിയുടെ ഓർഡർ 1 ആണ്. എയുടെ ഓർഡർ എന്താണ്? 3 ആണ്, കാരണം A ക്യൂബ് ഈക്വൽ ടു E ആണ്. A സ്ക്വയറിന്റെ ഓർഡർ എന്തായിരിക്കും? 3 തന്നെയായിരിക്കും. ബിയുടെ ഓർഡർ എന്താണ്? 2. എബിയുടെ ഓർഡർ എന്തായിരിക്കും? എ ബിയുടെ ഓർഡർ നിങ്ങൾ ഇങ്ങനെ പരിശോധിച്ച് നോക്കൂ. എ ബി എന്താണ് എന്ന് നോക്കുക. അതായത് അത് ബി ആണ്. ബി എ എന്നാൽ A സ്ക്വയർ ബി ആണ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഇത് A ക്യൂബ് B സ്ക്വയർ എന്ന് കിട്ടില്ലേ? അതായത് ഐഡന്റിറ്റി അല്ലേ? അതുകൊണ്ട് ഓർഡർ ഓഫ് എ ബി എന്താണ്? 2 ആണ്. അതുപോലെ A സ്ക്വയർ ബി എന്താണെന്ന് നോക്കാം. അതായത് A സ്ക്വയർ ബിയുടെ സ്ക്വയർ. അപ്പൊ നമുക്ക് അതിനെ ഇങ്ങനെ എഴുതാൻ പറ്റും. A സ്ക്വയർ ബി എ ബി എന്ന് എഴുതാൻ പറ്റും. അതിലെ ഈ ബി എ എന്നുള്ളതിന് പകരം നമുക്ക് A സ്ക്വയർ ബി എന്ന് എഴുതാനായിട്ട് പറ്റും. അപ്പോൾ നമുക്ക് this is equal to A square B AB എന്ന് കിട്ടും. അതിനെ നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും. A raised to 4, പിന്നെ BA ഉണ്ട്. ആ BAക്ക് പകരം നമുക്ക് A square B എന്ന് എഴുതാം. B എന്ന് വരും. അതായത് A raised to 6 B square എന്ന് വരും. അതെന്തായിരിക്കും? ഐഡന്റിറ്റി. അല്ലെങ്കിൽ നമ്മൾ S3 എല്ലാ എലമെന്റ്സിന്റെ ഓർഡർ ഒക്കെ വേറെ രീതിയിലും കണ്ടുപിടിച്ച് വെച്ചിട്ടുള്ളതാണ്. ഞാൻ ഈ രീതിയിലും ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ S3യെ സംബന്ധിച്ചിടത്തോളം അവിടെ ഓർഡർ 2 ആയിട്ടുള്ള എലമെന്റ്സ് ഏതാണെന്നും ഓർഡർ 3 ആയിട്ടുള്ള എലമെന്റ്സ് ഏതാണെന്നും നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റി. അപ്പോൾ അവ ജനറേറ്റ് ചെയ്യുന്ന സൈക്ലിക് സബ് ഗ്രൂപ്പുകൾ എടുക്കാം. ബി ജനറേറ്റ് ചെയ്യുന്ന സൈക്ലിക് സബ് ഗ്രൂപ്പ് എന്തായിരിക്കും അത്? Am I right? Yes, sir. Yes, sir.
ഇനി എ ജനറേറ്റ് ചെയ്യുന്ന സൈക്ലിക് സബ് ഗ്രൂപ്പ് എന്തായിരിക്കും? ഇതല്ലേ? Yes, sir. എ സ്ക്വയർ ജനറേറ്റ് ചെയ്യുന്ന സൈക്ലിക് സബ് ഗ്രൂപ്പ് എന്തായിരിക്കും? എ സ്ക്വയർ തന്നെയായിരിക്കും. അതെ, എ ജനറേറ്റ് ചെയ്യുന്ന സൈക്ലിക് സബ് ഗ്രൂപ്പ് തന്നെയായിരിക്കും. കാരണം എ സ്ക്വയർ എന്ന് പറഞ്ഞാൽ അതിന്റെ ജനറേറ്റർ ആണ്. ഇപ്പൊ നമ്മൾ എല്ലാ സബ് ഗ്രൂപ്പുകളും കണ്ടുപിടിച്ച് കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ നമുക്ക് അതിന്റെ സബ് ഗ്രൂപ്പ് ഡയഗ്രാം വരയ്ക്കാം. സബ് ഗ്രൂപ്പ് ഡയഗ്രാം വരയ്ക്കുമ്പോൾ നമ്മൾ ഏറ്റവും ചെറിയ സബ് ഗ്രൂപ്പ് ആയിട്ടുള്ള ഇ ഇവിടെ എഴുതുന്നു. പിന്നെ നമ്മൾ എന്തൊക്കെ എഴുതാം? നമുക്ക് ഇ എ സ്ക്വയർ, then E B, E A B, E S square B. Then നമുക്ക് ഒരു സബ് ഗ്രൂപ്പ് കൂടിയുണ്ട് നമ്മുടെ. എന്താണ്? S3. Is that okay? Okay, sir. So we have found all subgroups of S3 and its subgroup diagram. Now we move to the subgroups of D4. Okay, so what is D4? We have mentioned D4 completely yesterday. In terms of A and B, it is E A S square A cube, then B A B A square B A cube B. These are the 8 elements. Okay, where A has the property that A raised to 4 is identity, B has the property that B square is identity, and BA will be, what is BA? A cube B. A cube B. Now let us try to find the subgroups of D4. But D4 നുണ്ടാകാവുന്ന സബ്ഗ്രൂപ്പുകളുടെ ഓർഡർ എന്തൊക്കെയാണ്? 1, 2, 4, 8. Okay. So 1, 2, 4, 8. These are the possible orders of subgroups. Okay, these are the possible orders. Possible orders of subgroups of T4. Okay. Now, okay. So let us look at subgroup of order 1 will be the trivial subgroup, and subgroup of order 8 will be D4. Okay. Okay, sir. Any subgroup of order 2 will be cyclic. So that can be very easily found by finding the elements of D4 which are of order 4. But as far as 4 is concerned, there is an issue because 4 elements ഉള്ള എല്ലാ സബ്ഗ്രൂപ്പുകളും സൈക്ലിക് ആയിക്കൊള്ളണമെന്നില്ല. പക്ഷേ 4 എലമെന്റ് ഉള്ള എത്ര വിവിധ തരത്തിലുള്ള ഗ്രൂപ്പുകളാണുള്ളത്? Z4 ഉം Z2 ക്രോസ് Z2 ആയിട്ടുള്ള. അതെ, Z4 ഒന്നുകിൽ Z4നോട് ഐസോമോർഫിക്, അതായത് ഒന്നുകിൽ സൈക്ലിക് അല്ലെങ്കിൽ ക്ലെയിൻ 4 ഗ്രൂപ്പിനോട് ഐസോമോർഫിക്. അപ്പോ Z4നോട് ഐസോമോർഫിക് ആവാന്ന് പറഞ്ഞാൽ സൈക്ലിക് ആണ് എന്നല്ലേ അർത്ഥം? അതെ സർ. Z2 ക്രോസ് Z2ന്റെ പ്രത്യേകത എന്താ? അതില് എലമെന്റ്സ് എന്താണെന്ന് വെച്ചാൽ ഐഡന്റിറ്റി ഉണ്ടാവും. There is an element A of order 2, or there will be an element of order 2, there will be another element of order 2 and their product, and the product is also an element of order 2. Is that the speciality of the plane 4 group?
Yes, sir. അപ്പോൾ ഐ റിപ്പീറ്റ്, ക്ലെയിം ഫോർ ഗ്രൂപ്പിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ ഐഡന്റിറ്റി കൂടാതെ 3 എലമെന്റ്സ് ആണ് ഉണ്ടാവുക. അതായത് ഐഡന്റിറ്റി കൂടാതെ ഒരു എലമെന്റ്, മറ്റൊരു എലമെന്റ്, പിന്നെ ആ 2 എലമെന്റ്സിന്റെ പ്രോഡക്റ്റ്. ഈ 3 എലമെന്റ്സിന്റെയും ഓർഡർ 2 ആയിരിക്കണം. എങ്കിലാണ് അത് ക്ലെയിം ഫോർ ഗ്രൂപ്പ് ആയിട്ട് മാറുക. അപ്പോൾ ഇറ്റ് ഈസ് വെരി എസെൻഷ്യൽ ദാറ്റ് വി നീഡ് ടു നോ ദ ഓർഡേഴ്സ് ഓഫ് ഈച്ച് ആൻഡ് എവറി എലമെന്റ് ഓഫ് D4. So let us try to find it. What is order of E? It is 1. What is order of A? 4. It is 4. What is order of S square? 2. It is 2. Very good. What is order of A cube? 4. That is also 4. Now, what is order of B? 2. It is 2. What is order of AB? ഈ D4ന്റെ കാര്യത്തിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഓർഡറുകൾ പറയാൻ പറ്റും കേട്ടോ, പലതരത്തിൽ പറയാം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഒരിക്കൽ ഈ പ്രോബ്ലം ചെയ്യുന്നു എന്നുള്ളതുകൊണ്ട് എനിവേ, ഈ എ ബി എന്ന് പറയുന്ന എലമെന്റ്, ഈ എയും എ സ്ക്വയറും എ ക്യൂബും എല്ലാം റൊട്ടേഷൻസ് ആണ് അല്ലേ? അതെ. ബാക്കിയെല്ലാം, അതായത് ബി ആയാലും എ ബി ആയാലും എ സ്ക്വയർ ബി ആയാലും എ ക്യൂബ് ബി ആയാലും എന്താണവ? ഫ്ലിപ്പുകളാണ്. ഫ്ലിപ്പുകളെ സംബന്ധിച്ചിടത്തോളം അവയുടെ ഓർഡർ എന്തായിരിക്കും? 2 ആയിരിക്കും. 2 ആയിരിക്കും. നമ്മൾ അതിനെ ഫ്ലിപ്പ് ചെയ്യുന്നു, തിരിച്ച് ഫ്ലിപ്പ് ചെയ്യുന്നു. അത് അങ്ങനെ വേണമെങ്കിൽ വെരിഫൈ ചെയ്യാം. അപ്പോൾ ഇതെല്ലാം 2 എന്നാണ് കിട്ടാൻ പോകുന്നത് എന്ന് നമുക്കറിയാം. എങ്കിലും ഞാൻ അല്ലാത്ത രീതിയിലൊന്ന് വെരിഫൈ ചെയ്ത് നോക്കാം നമുക്ക്. അതായത് എ ബി എന്താണ് എന്ന് പരിശോധിക്കുക. ഇതൊക്കെ നമ്മൾ ഇന്നലെയും ചെയ്തതായിരിക്കും കുറേയൊക്കെ. അപ്പൊ നമുക്ക് ഇതെന്താണ്? ബി എന്ന് കിട്ടും. അതായത് ബി എക്ക് പകരം ഇവിടെ എന്താ എഴുതാം? നമുക്ക് എ ക്യൂബ് ബി എന്ന് എഴുതാം. അപ്പൊ നമുക്ക് എ റേസ് ടു 4b സ്ക്വയർ എന്ന് കിട്ടും. അതെന്താണ്? ഇത് ഐഡന്റിറ്റിയാണ്. കാരണം എ റേസ് ടു 4ഉം ഐഡന്റിറ്റിയാണ്, ബി സ്ക്വയറും ഐഡന്റിറ്റിയാണ്. ഇനി അതുപോലെ നമുക്ക് എ സ്ക്വയർ ബി എന്താണെന്ന് നോക്കാം. അതായത് എ സ്ക്വയർ ബി എ ബി, അതായത് എ സ്ക്വയർ ബി എന്നുള്ളതിന് പകരം നമ്മൾ എന്ത് എഴുതണം? എ ക്യൂബ് ബി എന്ന് എഴുതണം. പിന്നെയും അവിടെ ഒരു ബി എ ഉണ്ട്. അപ്പൊ നമ്മൾ എ റേസ് ടു 5, ആ ബി എക്ക് പകരം എ ക്യൂബ് ബി എന്ന് വരും. സോ വി ഹാവ് എ റേസ് ടു 8 ബി സ്ക്വയർ, ദാറ്റ് ഈസ് ഓൾസോ ഈക്വൽ ടു ഐഡന്റിറ്റി. ഓക്കെ, സോ സിമിലർലി യു ക്യാൻ സീ ദാറ്റ് എ ക്യൂബ് ബിയുടെ ഓർഡറും 2 ആണെന്ന് കാണാനായിട്ട് പറ്റും. അപ്പൊ നമുക്ക് ഓർഡർ 2 ആയിട്ടുള്ള സബ് ഗ്രൂപ്പുകൾ, അപ്പോൾ ഓർഡർ 1ഉം ഓർഡർ 8ഉം നമ്മൾ കണ്ടുപിടിച്ചു. ഓർഡർ 2 ആയിട്ടുള്ള സബ് ഗ്രൂപ്പുകൾ എങ്ങനെയാ കിട്ടുക? ഇവ ഓരോന്നും ജനറേറ്റ് ചെയ്യുന്ന സൈക്ലിക് സബ് ഗ്രൂപ്പുകളായിരിക്കില്ലേ? അതെ സർ. ഓക്കെ, സോ നമുക്ക് നോക്കാം. അപ്പോൾ ബി ജനറേറ്റ് ചെയ്യുന്ന സൈക്ലിക് സബ് ഗ്രൂപ്പ് എന്നത് എന്തായിരിക്കും? അത് ഇ ബി ആയിരിക്കും അല്ലേ? Am I right? Yes sir. എ ബി ജനറേറ്റ് ചെയ്യുന്നത് എന്തായിരിക്കും? ഇ എ ബി ആയിരിക്കും. എ സ്ക്വയർ ബി ജനറേറ്റ് ചെയ്യുന്നത് എന്തായിരിക്കും? ഇ എ സ്ക്വയർ ബി ആയിരിക്കും. പിന്നെ എ ക്യൂബ് ബി ജനറേറ്റ് ചെയ്യുന്നത് എന്തായിരിക്കും? ഇ എ ക്യൂബ് ബി ആയിരിക്കും. പിന്നെ 2 ഓർഡർ ഉള്ള വേറെ സബ് ഗ്രൂപ്പ് ഉണ്ടാവുമോ? എ സ്ക്വയർ. എക്സാക്ട്ലി, എ സ്ക്വയർ ജനറേറ്റ് ചെയ്യണതുണ്ടാവും. കാരണം എ സ്ക്വയറിന്റെ ഓർഡർ 2 ആണ്. അതെന്തായിരിക്കും? ഇ എ സ്ക്വയർ. ഇനി അപ്പൊ 2 എലമെന്റ് ഉള്ള എല്ലാ സബ് ഗ്രൂപ്പുകളും കണ്ടുപിടിച്ച് കഴിഞ്ഞില്ലേ? അതെ സർ.
ഇനി നമുക്ക് എന്താ കണ്ടുപിടിക്കണ്ടേ? നാല് എലമെന്റ് 4 എലമെന്റ്സ് ഉള്ള സബ് ഗ്രൂപ്പുകൾ കണ്ടുപിടിക്കണം. അപ്പൊ അതിൽ 4 എലമെന്റ്സ് ഉള്ള സൈക്ലിക് സബ് ഗ്രൂപ്പുകൾ നമുക്ക് ആദ്യം കണ്ടുപിടിക്കാം. അതെങ്ങനെ കിട്ടും? ഓർഡർ 4 ആയിട്ടുള്ള എലമെന്റുകൾ ജനറേറ്റ് ചെയ്യുന്നത് നോക്കിയാൽ മതി. ഓർഡർ 4 ആയിട്ടുള്ള ഒരു എലമെന്റ് ആണ് എ. അത് ജനറേറ്റ് ചെയ്യുന്നത് എന്ത് കിട്ടും നമുക്ക്? ഇ എ എസ് സ്ക്വയർ എ ക്യൂബ് കിട്ടും. ഇനി ഓർഡർ 4 ആയിട്ടുള്ള വേറെ ഏതെങ്കിലും എലമെന്റ് ഉണ്ടോ നമ്മുടെ ഈ D4-ല്? എ ക്യൂബ് ഉണ്ട്. പക്ഷെ എ ക്യൂബ് ജനറേറ്റ് ചെയ്യുന്ന സൈക്ലിക് സബ് ഗ്രൂപ്പ് എന്തായിരിക്കും? എയുടെ സൈക്ലിക് സബ് ഗ്രൂപ്പിനോട് സെയിം ആയിരിക്കും. ഇത് തന്നെയായിരിക്കും. അപ്പൊ നമുക്ക് പുതിയ സബ് ഗ്രൂപ്പ് ഒന്നും കിട്ടുന്നില്ല. ഇനിയാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത്. ഇനി നമുക്ക് എന്ത് വേണം? നമുക്ക് ക്ലെയിൻ 4 ഗ്രൂപ്പിനോട് ഐസോമോർഫിക് ആയിട്ടുള്ള സബ് ഗ്രൂപ്പുകൾ നമുക്ക് കണ്ടുപിടിക്കണം. ക്ലെയിൻ 4 ഗ്രൂപ്പിന്റെ സവിശേഷത ഞാൻ പറഞ്ഞിരുന്നു. ഓർഡർ 2 ആയിട്ടുള്ള 2 എലമെന്റ്സ് എടുക്കണം. എന്നിട്ട് അവ തമ്മിൽ പ്രോഡക്റ്റ് എടുക്കുമ്പോൾ കിട്ടുന്ന എലമെന്റിന്റെയും ഓർഡർ 2 ആവണം. അപ്പൊ നമുക്ക് നോക്കാം. ഇവിടെ ഓർഡർ 2 ആയിട്ടുള്ള എലമെന്റ്സിനെ ഞാനൊന്ന് എഴുതുന്നുണ്ട്. എ സ്ക്വയർ ഉണ്ട്, ബി ഉണ്ട്, എ ബി ഉണ്ട്, എ സ്ക്വയർ ബി ഉണ്ട്, എ ക്യൂബ് ബി ഉണ്ട്. ഇവയാണ് ഓർഡർ 2 ആയിട്ടുള്ള D4-ലെ എലമെന്റ്സ്. അപ്പോൾ ക്ലെയിൻ 4 ഗ്രൂപ്പിനോടുള്ളത് കിട്ടാനായിട്ട് ഇത് നമുക്ക് ഓരോന്നെടുക്കാം. ഞാൻ അതിനെ ഒരു വേറൊരു നൊട്ടേഷൻ കൊടുക്കാൻ ആഗ്രഹിക്കുകയാണ്. അത് സ്റ്റാൻഡേർഡ് നൊട്ടേഷൻ തന്നെയാണ് എങ്കിലും അപ്പൊ നമുക്ക് ഇവിടെ 1 2 3 4 5 എലമെന്റ്സ് ആണ് ഓർഡർ 2 ആയിട്ടുള്ളത്. അപ്പൊ നമുക്ക് 2 എണ്ണം വീതം എടുക്കാനായിട്ട് 5C2 10 സാധ്യതകളാണുള്ളത്. ഈ 10 സാധ്യതകളിലും നമുക്ക് സബ് ഗ്രൂപ്പുകൾ കിട്ടുമെന്നറിയില്ല. സബ് ഗ്രൂപ്പ് കിട്ടണമെങ്കിൽ ഈ 10 സാധ്യതകളിൽ, അതായത് 2 എണ്ണം വീതം എടുക്കുന്നതാണ് ഓരോ സാധ്യത എന്ന് ഞാൻ പറയുന്നത്. അതിൽ ആ പ്രൊഡക്റ്റ് എടുക്കുമ്പോൾ കിട്ടുന്ന എലമെന്റിന്റെയും ഓർഡർ 2 ആണെങ്കിൽ മാത്രമാണ് അത് ക്ലെയിൻ 4 ഗ്രൂപ്പിനോട് ഐസോമോർഫിക് ആയിട്ടുള്ള ഒരു സബ് ഗ്രൂപ്പ് ജനറേറ്റ് ചെയ്യുള്ളൂ. അപ്പോൾ നമ്മൾ പരിശോധിക്കുകയാണ് അത് കിട്ടുമോ എന്നുള്ളത് നമ്മൾ പരിശോധിക്കുകയാണ്. ഞാൻ ആദ്യം ഈ എടുത്ത ഇതിൽ തന്നെ ക്രമത്തിൽ തന്നെ എ സ്ക്വയറും ബിയും ആണ് കൺസിഡർ ചെയ്യുന്നത്. എ സ്ക്വയറും ബിയും അത് ജനറേറ്റ് ചെയ്യുന്ന സബ് ഗ്രൂപ്പ്, സൈക്ലിക് അല്ലാട്ടോ, അത് ഇതൊരു നൊട്ടേഷൻ. നമ്മൾ സബ് ഗ്രൂപ്പ് ജനറേറ്റഡ് ബൈ എ സെറ്റ് എന്ന് പറയില്ല. അപ്പൊ ശരിക്കും സെറ്റ് എ സ്ക്വയർ കോമ ബി എന്നൊക്കെ എഴുതണം. ഞാൻ സൗകര്യാർത്ഥം എഴുതാൻ സൗകര്യത്തിന് ഇങ്ങനെ എഴുതുന്നതാണ്. വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം. ഇതാണ് അതിന്റെ ഒരു കറക്റ്റ് നൊട്ടേഷൻ. ദിസ് ഈസ് ദ സബ് ഗ്രൂപ്പ് ജനറേറ്റഡ് ബൈ ദ സെറ്റ് എ സ്ക്വയർ കോമ ബി. അതായത് അതിൽ ഇ ഉണ്ടായിരിക്കും, എ സ്ക്വയർ ഉണ്ടായിരിക്കും, ബി ഉണ്ടായിരിക്കും. ഇനി എ സ്ക്വയറിന്റെയും ബിയുടെയും പ്രോഡക്റ്റ് എന്താ? അതിന്റെ ഓർഡർ എന്താ? അതിന്റെ ഓർഡർ 2 ആണ്. അപ്പൊ നമുക്ക് ഇത് ക്ലെയിൻ 4 ഗ്രൂപ്പിനോട് ഐസോമോർഫിക് ആയിട്ടുള്ള ഒരു സബ് ഗ്രൂപ്പ് ആണ് എന്ന് കിട്ടും. ഇവിടെ ഞാൻ എടുത്തത് എ സ്ക്വയറും ബിയുമാണ്. ഇനി ഈ എ സ്ക്വയറും ബിയും എടുക്കുന്നതിന് പകരം എ സ്ക്വയറും എ സ്ക്വയർ ബിയുമാണ് എടുത്തത് എന്ന് കരുതുക. എ സ്ക്വയറും എ സ്ക്വയർ ബിയും അത് ജനറേറ്റ് ചെയ്യുന്ന സൈക്ലിക് സബ് ഗ്രൂപ്പ് അത് ജനറേറ്റ് ചെയ്യുന്ന സബ് ഗ്രൂപ്പ് എടുക്കുമ്പോൾ ഇ ഉണ്ടാവും, എ സ്ക്വയർ ഉണ്ടാവും, എ സ്ക്വയർ ബിയും ഉണ്ടാവും. എ സ്ക്വയറിനെ എ സ്ക്വയർ ബി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്താ കിട്ടുക? ബി കിട്ടും. അപ്പൊ നമുക്ക് ഈ കിട്ടിയ സബ് ഗ്രൂപ്പ് തന്നെയല്ലേ കിട്ടുന്നത്? അതുപോലെ നമുക്ക് ഇത് സെറ്റ് എന്ന് എഴുതാം കേട്ടോ. അതുപോലെ നമുക്ക് ഒരാൾ കൂടി എടുത്ത ഇത് തന്നെയാണല്ലോ കിട്ടുക. അത് ഏതാണെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുണ്ടോ? അതെ, എ സ്ക്വയർ ബിയും ബിയും അതും ഇത് തന്നെയാണ് കിട്ടുക.
അപ്പം നമുക്ക് മൊത്തം 10 ചോയ്സസ് ഉള്ളതിലെ ഈ 3 ചോയ്സസ് എടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന സബ് ഗ്രൂപ്പുകൾ സെയിം ആണ് എന്നുള്ളത് കിട്ടും. ശരി, ഇനി നമുക്ക് അടുത്ത സാധ്യതകൾ പരിശോധിച്ച് നോക്കാം. ഇപ്പൊ നിങ്ങൾക്ക് തോന്നണ്ടാവും ഇനി അതിനകത്ത് സാധ്യതകളുണ്ടോ? ഞാൻ കിട്ടുന്നത് പറഞ്ഞിട്ട് കിട്ടാത്തതിനെ കുറിച്ചിട്ട് അവസാനം പറയാമെന്നുള്ളതുകൊണ്ടാണ്, എനിക്ക് ആ സബ് ഗ്രൂപ്പുകൾ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അടുത്തത് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് എ സ്ക്വയറും എ ബിയും. എ സ്ക്വയറും എ ബിയും. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? ഈ എ സ്ക്വയർ എ ബി പിന്നെന്താ? A cube B. എ ക്യൂബ് ബി. കറക്റ്റ്, എ ക്യൂബ് ബി. ഇനി നിങ്ങൾക്ക് ഇവിടെ എ സ്ക്വയറും എ ബി എടുത്തതിന് പകരം എ സ്ക്വയറും എ ക്യൂബ് ബിയും ജനറേറ്റ് ചെയ്യുന്നത് എടുത്താൽ എന്താ കിട്ടുക? എ സ്ക്വയർ ഇൻറ്റു എ ക്യൂബ് ബി എന്താ? എ ബി ആണ്. അപ്പൊ നമുക്ക് നേരത്തെ കിട്ടിയത് അതേ തന്നെ കിട്ടും. നിങ്ങൾക്ക് ഒരു സാധ്യതയും കൂടി കിട്ടൂലോ ഇവിടുന്ന്. എന്താ അത്? എ ബി എ ക്യൂബ് ബി. എ ബിയും എ ക്യൂബ് ബിയും. ഇപ്പൊ നമ്മൾ മൊത്തം 10 പോസിബിലിറ്റീസിലെ എത്ര പോസിബിലിറ്റീസ് പറഞ്ഞു കഴിഞ്ഞു? 6 എണ്ണം പറഞ്ഞു കഴിഞ്ഞു. ശരി, ഇനി നമുക്ക് നോക്കാം. ഇനി നമുക്കുള്ള ഒരു സാധ്യതകൾ നമുക്ക് നോക്കാം. ബി എ ബി. ഓക്കെ, ബി എ ബി ജനറേറ്റ് ചെയ്യുന്ന അപ്പോൾ ഇ വരും, ബി വരും, എ ബി വരും. ഈ എ ബി ബി എന്ന് പറഞ്ഞാൽ എന്താണ്? എ വരും. എ വരും. അപ്പൊ എ വന്നു. എ വന്നു കഴിഞ്ഞാൽ പിന്നെ ആ സബ് ഗ്രൂപ്പിൽ എ സ്ക്വയറും എ ക്യൂബും വരണ്ടേ? Am I right? അതെ സർ. അങ്ങനെയാണെങ്കിൽ അതിനകത്ത് എ സ്ക്വയറും ഉണ്ട്, ബിയും ഉണ്ട്. അങ്ങനെയാണെങ്കിൽ അത് സബ് ഗ്രൂപ്പ് ആവണമെങ്കിൽ എ സ്ക്വയർ ബിയും എ ക്യൂബ് ബിയും വരണ്ടേ? എന്ന് പറഞ്ഞാൽ നമുക്ക് അപ്പൊ കിട്ടണത് എന്താണ്? എൻറ്റയർ ഗ്രൂപ്പാണ്. പുതിയ സബ് ഗ്രൂപ്പ് കിട്ടുന്നില്ല. Am I clear? അതായത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ഈ ബിയും എ ബിയും കൂടി പ്രൊഡക്റ്റ് എടുക്കുമ്പോൾ കിട്ടുന്ന എലമെന്റിന്റെ ഓർഡർ 2 അല്ല. അതാണ് അവിടുത്തെ സവിശേഷത. കാരണം എ ബി ഇൻറ്റു ബി എന്ന് പറഞ്ഞാൽ എ ആണ്, ആ എലമെന്റിന്റെ ഓർഡർ 4 ആണ്. ഇത് തന്നെയാണ് നമുക്ക് സബ് ഗ്രൂപ്പ് ജനറേറ്റഡ് ബൈ ബി എ ക്യൂബ് ബി എടുക്കുമ്പോഴും സംഭവിക്കുക. കാരണം എ ക്യൂബ് ബി ഇൻറ്റു ബി എന്ന് പറഞ്ഞാൽ എ ക്യൂബ് ആയിരിക്കും. അതിൻ്റെ ഓർഡർ 2 അല്ല, മറിച്ച് 4 ആണ്. ഇത് തന്നെയാണ് എ സ്ക്വയർ ബി കോമ എ ക്യൂബ് ബി ജനറേറ്റ് ചെയ്യുന്നത് എടുക്കുമ്പോഴും കിട്ടുക. അത് തന്നെയാണ് നിങ്ങൾക്ക് എ ബിയും എ സ്ക്വയർ ബിയും ജനറേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് പുതിയ സബ് ഗ്രൂപ്പുകളൊന്നും കിട്ടില്ല എന്ന്. അതായത് ചുരുക്കി പറഞ്ഞാൽ നമുക്ക് 4 എലമെന്റ്സ് ഉള്ള സബ് ഗ്രൂപ്പ് കിട്ടുന്നത് ഈ 3 എണ്ണം മാത്രമാണ്. മനസ്സിലായോ? ഓക്കെ. അപ്പൊ അതിന്റെ സബ് നമുക്ക് ഇ ബി അതിന് മുകളിലായിട്ടുണ്ടാവും. ദെൻ ഈ എ സ്ക്വയർ ബി എഴുതുന്നു ഞാനിവിടെ. പിന്നെ ഈ എ സ്ക്വയർ എഴുതും. പിന്നെ ഈ എ ബി എഴുതും. പിന്നെ ഈ എ ക്യൂബ് ബി എഴുതും. ഓക്കെ,
ഇത് കഴിഞ്ഞാൽ 4 എലമെന്റ് ഉള്ള നമുക്ക് 3 സബ് ഗ്രൂപ്പുകളുള്ളത്. ഇ എ എസ് സ്ക്വയർ എ ക്യൂബ് അതൊരെണ്ണം. പിന്നെന്തായിരുന്നു? ഇ എ സ്ക്വയർ ബി എ സ്ക്വയർ ബി അത് മറ്റൊന്ന്. പിന്നെന്തായിരുന്നു? ഇ എ സ്ക്വയർ എ ബി എ ക്യൂബ് ബി. ഓക്കെ, യെസ് സർ. ഇവിടെ നിന്ന് നമ്മൾ ഇങ്ങനെ ഒരു വര വരയ്ക്കണ്ടേ, കാരണം ഇ ബി എന്ന് പറയുന്നത് ഇതിന്റെ സബ് ഗ്രൂപ്പാണ്. ഇവിടെ നിന്നും വരയ്ക്കണം, ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരയ്ക്കണം, ഇത് ഇങ്ങോട്ട് വരയ്ക്കണം, ഇത് ഇങ്ങോട്ടുണ്ടാവും. അതാണ് ഈ എ സ്ക്വയർ ഞാൻ നടുക്ക് എഴുതിയത്. എന്നാൽ ഈ എ സ്ക്വയർ അതിന് മുകളിൽ വരുന്ന എല്ലാവരുടെയും സബ് ഗ്രൂപ്പ് ആയിരിക്കും. ഓക്കെ, ഇനി എന്തുണ്ടായിരിക്കും? D4 ഉണ്ടായിരിക്കും. ഇതായിരിക്കും അതിന്റെ സബ് ഗ്രൂപ്പ് ഡയഗ്രാം. D4ന്റെ സബ് ഗ്രൂപ്പ് ഡയഗ്രാം. ഓക്കെ, യെസ് സർ. ജനറലി നമ്മൾ DN വിളിക്കുന്നതാണ് nth ഡൈഹെഡ്രൽ ഗ്രൂപ്പ്. അതായത് ഗ്രൂപ്പ് ഓഫ് റിജിഡ് മോഷൻസ് ഓഫ് എ റെഗുലർ n-gon ഈസ് കോൾഡ് nth ഡൈഹെഡ്രൽ ഗ്രൂപ്പ് ആൻഡ് ഇറ്റ് വിൽ ബി ഡിനോട്ടഡ് ബൈ DN. നമ്മൾ D3 ആണ് ദ സിമെട്രീസ് ഓഫ് ആൻ ഈക്വലാറ്ററൽ ട്രയാങ്കിൾ എന്നും പറയും, അല്ലെങ്കിൽ ദ ഗ്രൂപ്പ് ഓഫ് റിജിഡ് മോഷൻസ് ഓഫ് ആൻ ഈക്വലാറ്ററൽ ട്രയാങ്കിൾ. D4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിമെട്രീസ് ഓഫ് എ സ്ക്വയർ അല്ലെങ്കിൽ ഗ്രൂപ്പ് ഓഫ് റിജിഡ് മോഷൻസ് ഓഫ് എ സ്ക്വയർ, അതാണ് D4. ജനറലി DN ആണ് നമ്മൾ പറയുക. അതിൽ D3 എന്ന് പറഞ്ഞാൽ S3 തന്നെയാണ് നമ്മൾ കണ്ടിരുന്നു. അതേസമയം D4 എന്ന് പറഞ്ഞാൽ S4 അല്ല, വ്യത്യാസമുണ്ട്. അപ്പോൾ അതിൽ S3യുടെ സബ് ഗ്രൂപ്പ് ഡയഗ്രവും D4ന്റെ സബ് ഗ്രൂപ്പ് ഡയഗ്രവും ആണ് കണ്ടത്. ജനറലി ഇങ്ങനെ ഒരു ഗ്രൂപ്പിന്റെ എല്ലാ സബ് ഗ്രൂപ്പുകളും കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് വളരെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ളൊരു ടാസ്ക് ആണ്. അത് നിങ്ങൾക്ക് D4 ചെയ്തപ്പോൾ തന്നെ ബോധ്യമായി കാണും. സാധ്യമാകുന്ന എല്ലാ സബ് ഗ്രൂപ്പുകളും, ഇവിടെ നമുക്ക് സബ് ഗ്രൂപ്പുകളുടെ ഓർഡർ ഒക്കെ വളരെ ചെറുതായത് കൊണ്ടാണ് 2ഉം 4ഉം S3യുടെ കാര്യത്തിൽ, അല്ലെങ്കിൽ D3യുടെ കാര്യത്തിൽ 2ഉം 3ഉം മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് സൈക്ലിക് ആണെന്നുള്ളതുകൊണ്ട് വളരെ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റി. D4 വന്നപ്പോൾ എന്തായി? സൈക്ലിക് അല്ലാത്ത ആൾക്കാരും വരാം എന്ന് പറഞ്ഞപ്പോൾ നമുക്ക് ചില ബുദ്ധിമുട്ടുകൾ നേരിട്ട് നമ്മൾ ഓരോന്നും ഇങ്ങനെ എടുത്ത് പരിശോധിച്ചിട്ടേ കിട്ടുള്ളൂ. അപ്പോൾ ജനറലി സബ് ഗ്രൂപ്പുകൾ കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് ഒരു ജനറൽ ആയിട്ടുള്ള തരുന്നൊരു ഗ്രൂപ്പിനെ സംബന്ധിച്ചിടത്തോളം ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ടാസ്ക് ആണ്. അതുകൊണ്ടാണ് ഈ സൈക്ലിക് ഗ്രൂപ്പിന്റെ തിയറി ഒക്കെ വളരെ കാര്യമായിട്ട് നമുക്ക് കിട്ടിയത്, അല്ലെങ്കിൽ അവിടെ വളരെ ഭംഗിയായിട്ട് നമുക്ക് കിട്ടിയത്. സബ് ഗ്രൂപ്പിന്റെ കാര്യത്തിൽ അത് ഒരു ഫൈനൈറ്റ് സൈക്ലിക് ഗ്രൂപ്പിന്റെ കാര്യത്തിൽ അതിന്റെ എല്ലാ സബ് ഗ്രൂപ്പുകളും കണ്ടുപിടിക്കുന്നത് വളരെ ഈസി ടാസ്ക് ആണ്. അതിന്റെ കറസ്പോണ്ടിങ് ഡിവൈസേഴ്സ് ജനറേറ്റ് ചെയ്യുന്ന സബ് ഗ്രൂപ്പുകൾ എടുത്താൽ മതി. ഇപ്പൊ എല്ലാ ഫൈനൈറ്റ് സൈക്ലിക് ഗ്രൂപ്പുകളും Zn ഐസോമോർഫിക് ആയിരിക്കും. അപ്പൊ N ഡിവൈഡ് ചെയ്യുന്ന ആൾക്കാർ ജനറേറ്റ് ചെയ്യുന്ന സബ് ഗ്രൂപ്പുകൾ എടുത്തു കഴിഞ്ഞാൽ അതിന്റെ എല്ലാ സബ് ഗ്രൂപ്പുകളും കിട്ടും.